മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51 സങ്കീർത്തനം 11 തിരുവാക്യം. അങ്ങയുടെ രക്ഷയുടെ ആനന്ദം വീണ്ടും എനിക്ക് നൽകണമേ. സങ്കീർത്തകനായ ദാവീദ് ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. കർത്താവേ, രക്ഷയുടെ ആനന്ദം വീണ്ടും എനിക്ക് നൽകണമേ. ഒരു നാൾ ഈ രക്ഷയുടെ ആനന്ദത്തിനായിരുന്നു ദാവീദ് ജീവിച്ചത്. പാപം ചെയ്തപ്പോൾ ഈ ആനന്ദം നഷ്ടപ്പെട്ടു പോയി. ഹൃദയ തകർച്ചയോടെ കർത്താവിനോട് ഏറ്റുപറയുകയാണ്, നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ ആനന്ദം കർത്താവേ വീണ്ടും എനിക്ക് നൽകണമേ. നമ്മുടെ ജീവിതത്തിലും ഇന്ന് ആവശ്യമായിരിക്കുന്നത് ജോയ് ഓഫ് സാൽവേഷൻ, ഈ രക്ഷയുടെ ആനന്ദം തന്നെയാണ്. ഹൃദയനുറുക്കത്തോടെ നമുക്ക് വിളിച്ചു കരയാം. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ സഭാ സമൂഹങ്ങളിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക്, ഞങ്ങളുടെ തലമുറകളിലേക്ക് കർത്താവേ രക്ഷയുടെ ആനന്ദം നൽകണമേ. ഹൃദയത്തിന് സകല ഭാരങ്ങളെ വിട്ടുകളഞ്ഞേ. നമ്മൾ അനുഭവിക്കുന്ന നിരവധിയായ തകർച്ചകളുണ്ട്, വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ, കർത്താവിന്റെ കരുത്തുറ്റ കരങ്ങളിലേക്ക് ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മധ്യയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. വിശുദ്ധിയുടെ ആത്മാവായി, ആനന്ദത്തിന്റെ ആത്മാവായി, അനുഗ്രഹത്തിന്റെ ആത്മാവായി 10,000ങ്ങളിൽ പരിശുദ്ധാത്മാവ് കത്തി പടരുന്ന സമയം ആയിരിക്കുന്നിടത്ത് നമ്മളെല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. മഹത്വത്തിൻ സാന്നിധ്യമായ കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം പാപക്കെട്ടുകളെ പൊട്ടിച്ച് രക്ഷയുടെ ആനന്ദത്താൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് നിറയ്ക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ ആനന്ദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവായി, അത്ഭുതത്തിന്റെ ആത്മാവായി ജനലക്ഷങ്ങളിൽ നിറഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. 1000ങ്ങളിൽ 10,000ങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വരുന്ന സമയം മനസ്സിന്റെ ഭാരങ്ങള്, ഹൃദയത്തിന് ദുഃഖങ്ങള്, നമ്മൾ നേരിടുന്ന തകർച്ചകളെല്ലാം പരിശുദ്ധാത്മാവ് കൃപയാക്കി മാറ്റുകയാണ്. വലിയ ആനന്ദത്തോടെ ഒരുമിച്ച് ഒരു കുടുംബമായി നമ്മൾ പാടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ കുടുംബങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. പ്രതിസന്ധികളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. നീ
നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. എല്ലാവരും ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. സകല പാപക്കെട്ടുകളും പൊട്ടട്ടെ അഭിഷേക ശക്തിയാലെ. ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. ഹോളി സ്പിരിറ്റ് വരിക പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തിയടിച്ച് നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. കം ഹോളി സ്പിരിറ്റ് കം ഹോളി സ്പിരിറ്റ് കം ഹോളി സ്പിരിറ്റ് കം. സ്നേഹത്തോടെ ആത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവേ വരിക ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ഞങ്ങളുടെ ദേശങ്ങളിലേക്ക്. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. സൗഖ്യത്തിന്റെ കൃപയുടെ അത്ഭുതത്തിന്റെ ആത്മാവായി ജനലക്ഷങ്ങളിൽ കത്തിപ്പടരുക. നിറയണമേ നിറയണമേ പടരണമേ ഒഴുകണമേ. പരിശുദ്ധാത്മാവേ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരിക, കുടുംബങ്ങളിലേക്ക് വരിക, സമൂഹങ്ങളിലേക്ക് വരിക, ദേശാന്തരങ്ങളിലേക്ക് വരിക. ഈ ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവേ അഭിഷേക തീയായി കത്തിപ്പടരുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ തീയായി പരിശുദ്ധാത്മാവേ സഭ മുഴുവനിലും കത്തിപ്പടരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജനീക കെട്ടുകള്, ദുഃഖത്തിന്റെ ബന്ധനങ്ങള്, നിരാശയുടെ അടിസ്ഥാനങ്ങള് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിർവീര്യമാകട്ടെ. വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിലുള്ള എല്ലാ പൈശാചിക സ്വാധീനങ്ങളിലേക്കും കർത്താവിന്റെ തിരിച്ചൊഴുകപ്പെടട്ടെ. എല്ലാ സാത്താനാധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ നിർവീര്യമാകട്ടെ. ലോർഡ് ബ്ലെസ്. കർത്താവേ അവിടുത്തെ ബലമുള്ള കരങ്ങൾ നീട്ടി അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചനകൾ നൽകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് രക്ഷയുടെ ആനന്ദം നൽകണമേ. കം ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ മധ്യേ പരിശുദ്ധാത്മാവേ അവിടുന്ന് പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പൊന്നമ്മേ, വിശുദ്ധിയോടെ ജീവിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സാധിക്കുന്ന എല്ലാവരും അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സ്വസ്ഥമായി ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധിയെ കാത്ത് സൂക്ഷിക്കുക. വിശുദ്ധിയെ കാത്ത് സൂക്ഷിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മളായിരിക്കും നമ്മുടെ സമൂഹത്തിലേക്കും വിശുദ്ധിയുടെ ആത്മാവായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയമാണിത്. ദാഹത്തോടെ ആത്മനിറവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജീവിത വിശുദ്ധി.
ഇന്ന് ഒരുപാട് വ്യക്തികൾ അസ്വസ്ഥരാണ്. വിവിധങ്ങളായ വിഷയങ്ങളെ ഓർത്ത് ആകുലപ്പെട്ട് തകർച്ചകള്, കടബാധ്യതകള്, മക്കളില്ലാത്ത അവസ്ഥകള്, വിട്ടുമാറാത്ത പരാജയങ്ങള്, അടിക്കടിക്കുണ്ടാകുന്ന അപകടങ്ങള്, അത്യാപത്തുകള്, ജീവിതം മുഴുവൻ പരാജയമായി മാറിയ അനേകം വ്യക്തികള്. കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദൂത് ഇതാണ്: നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യത്തിന് കുടുംബങ്ങളായി മാറുവാൻ വിശുദ്ധിയെ നമ്മൾ എല്ലാവരും കാത്തു സൂക്ഷിക്കണം. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുവചനം: ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപ് ഫിലദൽഫിയ സഭയോട് കർത്താവ് ഈ ദൂത് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മോടാണ് കർത്താവ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത്. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്, ജീവിതത്തിൽ തങ്ങൾക്ക് ലഭിച്ച ദൈവിക പുണ്യങ്ങളെ കാത്തു സൂക്ഷിക്കാതെ അലക്ഷ്യമായി ജീവിച്ച പലരുടെയും ജീവിതത്തിൽ അവർക്ക് ദൈവം നൽകിയ ആ കിരീടം നഷ്ടപ്പെട്ടു പോയി. ഇസ്രായേലിന്റെ ആദ്യ രാജാവായിരുന്നു സാവൂള്. സാവൂളിന്റെ കിരീടം ദാവീദിന് ലഭിക്കുകയാണ്. എന്താ കാരണം? തനിക്ക് ലഭിച്ചത് സാവൂള് കാത്തു സൂക്ഷിച്ചില്ല. യൂദാസിന്റെ കിരീടം, ആ അപ്പോസ്തല സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. മത്തിയാസിന് ആ കിരീടം ലഭിക്കുകയാണ്. എന്താണ് ഈ തകർച്ചയുടെ കാരണം? യൂദാസ് തനിക്കുള്ളത് കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് ഇടപെടുകയാണ്. നിന്റെ ജീവിത വിശുദ്ധിയെ നീ കാത്തു സൂക്ഷിക്കണം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവാക്യം: അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രൈസ്തവരായ നമ്മുടെ വിളി എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കാണ്. അത് കുടുംബസ്ഥരാണെങ്കിലും, സമർപ്പിതരാണെങ്കിലും, ബഹുമാനപ്പെട്ട വൈദികരാണെങ്കിലും വിശുദ്ധിയിലേക്കാണ് നമ്മളെല്ലാവരും തന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ്. സഭാമക്കളെ പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ തിരുവാക്യം: നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു തിരുവചനമാണ്. ഏതാനും കാര്യങ്ങളിലല്ല, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിലല്ല, സകല പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. കർത്താവ് നമുക്ക് തരുന്ന നിർദ്ദേശമാണ്. കാരണം വിശുദ്ധി എവിടെയുണ്ടോ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. വിശുദ്ധി എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങളുണ്ട്. വിശുദ്ധി എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കർത്താവിന് പലപ്പോഴും ഇടപെടാൻ കഴിയാതെ പോകുന്നത്, ഇന്ന് അനേകം കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന ദൈവാനുഗ്രഹം തടയപ്പെടുന്നത്, പല വ്യക്തികളിലും ആത്മാനുഗ്രഭാവരങ്ങൾ തീ പോലെ കത്തി ജ്വലിക്കാത്തതിന് കാരണം അവരുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ അശുദ്ധിയുടെ കളകള് പിശാച് വിതച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്. തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം: കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഒരു താക്കീത് പോലെ അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്. ആരെല്ലാം കർത്താവിന്റെ നാമം വിളിക്കുന്നുവോ അവരെല്ലാം
പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, ഈ ലോകത്തിന്റെ ജഡമോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. കർത്താവിന്റെ നാമം വിളിക്കുന്നവരുടെ യോഗ്യത എന്താണ്? വിശുദ്ധ ജീവിതമാണ്. വിശുദ്ധ ജീവിതമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂർഖം പാമ്പിനെ കെട്ടിപ്പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ പാമ്പ് കടിയിൽ നിന്ന് രക്ഷിക്കണേ, പാമ്പ് കടിയിൽ നിന്ന് രക്ഷിക്കണേ. കർത്താവ് പറയാ, മൂർഖം പാമ്പിന് വിട്ടുകള. അത് പറ്റത്തില്ല കർത്താവേ, അത് പറ്റത്തില്ല കർത്താവേ, എന്നെ രക്ഷിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവ് എന്തി? കർത്താവിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ കഴുകുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കുന്നില്ലെങ്കിൽ അവിടുത്തെ നന്മകളിൽ പങ്കുപറ്റുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മോട് വിളിച്ചു പറയുന്നത്, നിനക്കുള്ളത് നീ കാത്തു സൂക്ഷിക്കണം. ഈ കാലഘട്ടത്തിന്റെ വലിയൊരു തകർച്ചയാണ്. ഇന്ന് വിശുദ്ധ ജീവിതം പാഴാണ്. വിശുദ്ധ ജീവിതം ബോറിംഗ് ആണ്. വിശുദ്ധ ജീവിതം അത് വ്യർത്ഥമാണെന്ന് ചിന്തിക്കുന്ന അനേകം ആയിരങ്ങള് ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസ് 2 ലേഖനം 3 4 കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ വിശുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാകും, വിശുദ്ധി നഷ്ടപ്പെട്ടവര്. ഇന്ന് വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ചൻ ആശയമായിട്ടാണ് അനേകർക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മുടെ അടിസ്ഥാന വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. രാജാക്കന്മാരുടെ 1 പുസ്തകം, ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിന് സമീപം ജസ്രയേൽക്കാരനായ നാബോത്തിനെ നല്ലൊരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ഒരു ദിവസം രാജാവായ ആഹാബ് നാബോത്തിന് അരികിൽ വന്ന് അവനോട് പറയും, കൊട്ടാരത്തിന് അരികിലല്ല നിന്റെ ഈ മുന്തിരിത്തോട്ടം, ഈ മുന്തിരിത്തോട്ടം നീ എനിക്ക് തരിക, എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനാണ്. പകരം ഇതിനേക്കാൾ മെച്ചപ്പെട്ട മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം, അല്ലെങ്കിൽ നിനക്ക് ധാരാളം പണവും ഞാൻ തരാം, നീ ആ മുന്തിരിത്തോട്ടം എനിക്ക് നൽകണം. 3 വചനത്തിൽ നാബോത്ത് പറയുന്നുണ്ട്, എന്റെ മുന്തിരിത്തോട്ടം അങ്ങേക്ക് നൽകുവാൻ കർത്താവ് ഇടവരുത്താതിരിക്കട്ടെ. പിതൃസ്വത്തായി എനിക്ക് ലഭിച്ചതാണിത്, ഞാനിത് അങ്ങേക്ക് നൽകുകയില്ല, ഞാൻ ഈ മുന്തിരിത്തോട്ടം അങ്ങേക്ക് നൽകുകയില്ല. ഒരു ദിവസം ഞാൻ ഈ തിരുവചന ഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മ പ്രകാശിപ്പിച്ചു. നമ്മുടെ ആത്മീയ ജീവിതവുമായി ഈ വചനത്തിന് ഒരുപാട് ബന്ധമുണ്ട്. ഇന്ന് പിശാച് ഇതുപോലെ ചോദിക്കുകയാണ്, ഗിവ് മി യുവർ ബോഡി, നിന്റെ ശരീരത്തെ എനിക്ക് തരിക, ഞാൻ അതിന് പകരമായി ഈ ലോകത്തിന് സുഖങ്ങൾ നിനക്ക് തരാം. നിന്റെ ശരീരത്തെ എനിക്ക് തരിക, ഈ ലോകത്തിന് നൈമിഷികമായ ഭോഗേച്ഛകൾ ഞാൻ നിനക്ക് തരാം. ഇന്ന് നമ്മോടെല്ലാം പിശാച് വിലപേശുകയാണ്, നിന്റെ ശരീരം എനിക്ക് തരിക, നിന്റെ ജീവിതം എനിക്ക് തരിക, നിന്റെ കുടുംബത്തെ എനിക്ക് തരിക, ഞാൻ ആവോളം ആവോളം സുഖം തരാം. പിശാചിന്റെ ഈ നുണകളിൽ വിശ്വസിക്കുന്ന അനേകം വ്യക്തികള് നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി, ഭോഗേച്ഛകൾക്ക് വേണ്ടി തങ്ങളുടെ ശരീരത്തെ ഇന്ന് പാപത്തിനായി വിട്ടുകൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉറച്ചൊരു തീരുമാനമുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾ തകരുന്നതിൻ്റെ കാരണം, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ പലപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം മങ്ങിപ്പോകുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വെളിച്ചം വീശുകയാണ്. പലപ്പോഴും വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ട നമ്മള് ഈ ലോകത്തിന് നിറങ്ങളും വർണ്ണങ്ങളും കണ്ട് അതിലാകൃഷ്ടരായി പലപ്പോഴും അത് നഷ്ടപ്പെടുത്തി കളയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16 19 20 തിരുവാക്യങ്ങൾ കണ്ണുനീരോടുകൂടി ഈ വചനം നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ അഭിഷേകം അതിശക്തമായി അധിവസിച്ചിരുന്ന സാംസൺ, അവൻ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചില്ല. എന്താണ് അവന് സംഭവിച്ചത്? ദലീലിയുമായ ആ തെറ്റായ ബന്ധം മൂലം വചനം പഠിപ്പിക്കുകയാണ്, അവന്റെ ശക്തി അവന് നഷ്ടപ്പെട്ടു പോയി. കർത്താവ് അവനെ വിട്ടുപോയി.
അവനത് അറിഞ്ഞില്ല എന്ന്. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം സാംസൺ അറിഞ്ഞില്ല. കാരണം നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി തനിക്ക് ലഭിച്ച കൃപാവരങ്ങളെ, തൻ്റെ വിളിയെ, തൻ്റെ തെരഞ്ഞെടുപ്പിനെ അശുദ്ധ ജീവിതത്തിന് വേണ്ടി സാംസൺ ദുർവിനിയോഗം ചെയ്തു. തന്മൂലം കർത്താവ് അവനെ വിട്ടുപോയി. ഈ ദുരന്തം നമ്മുടെ കുടുംബങ്ങൾക്ക് സംഭവിക്കരുത്. ഈ ദുരന്തം നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾക്ക് സംഭവിക്കരുത്. ഈ ദുരന്തം നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കരുത്. വിശുദ്ധിക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. ഇന്ന് അനേകം കുടുംബങ്ങളെ പിശാച്ച് പപ്പടം ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുക. എന്താ അതിൻ്റെ കാരണം? കുടുംബ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, സഹോദരി സഹോദര ബന്ധങ്ങളിലെല്ലാം വിശുദ്ധിയെ സൂക്ഷിക്കുവാൻ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 19-20 തിരുവാക്യങ്ങൾ, അവിടെ സോളമനെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾ കാണുവാൻ കഴിയും. സോളമ, നീ കർത്താവിന്റെ നാമത്തിൽ ഇഷ്ടംപോലെ സ്വർണവും വെള്ളിയും സമ്പാദിച്ചു. എന്നാൽ അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നീ സ്ത്രീകൾക്ക് അധീനനായി. തന്മൂലം നിന്റെ സൽകീർത്തിക്ക് അപമാനമുണ്ടായി. നിന്റെ സന്തതി പരമ്പരയെ നീ മലിനമാക്കി. തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. സോളമന്റെ മരണത്തിന് ശേഷം ആ സാമ്രാജ്യം വിഭജിക്കപ്പെടുകയാണ്. അത് ചിതറിപ്പോവുകയാണ്. എന്താണ് ഈ വലിയ തകർച്ചയുടെ കാരണം? സോളമന്റെ വഴിവിട്ട ജീവിതം. സോളമന്റെ വഴിവിട്ട ജീവിതം. അവന്റെ തലമുറ മലിനപ്പെടുകയാണ്. പലപ്പോഴും പിശാച് നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കുന്നത്, പാപത്തിലേക്ക് നയിക്കുന്നതിന് കാരണം സാത്താൻ അറിയാം. നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മങ്ങിപ്പോകും. അതിലൂടെ നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും മലിനപ്പെടുത്തുവാൻ പിശാചിന് കഴിയുമെന്ന് വ്യക്തമായിട്ട് അവനറിയാം. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്ന മറ്റൊരു മുന്നറിയിപ്പുണ്ട്. കൊരിന്ത്യർ സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 3-ാമത്തെ തിരുവാക്യം. സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിനോടുള്ള ലാളിത്യത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സഭാമക്കളെ നോക്കി പൗലോസ് തൻ്റെ ആ വ്യഗ്രത, ഉത്കണ്ഠ അറിയിക്കുകയാണ്. സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ഇന്ന് അനേകം വിശ്വാസികളെ, ഇന്ന് അനേകം കുടുംബസ്ഥരെ, സമർപ്പിതരെ, പല ബഹുമാനപ്പെട്ട വൈദികരെയും പിശാച് വഞ്ചിക്കുന്നത് തന്ത്രപൂർവ്വമാണ്. ഇത് ചതിയാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം സാത്താന്റെ ലക്ഷ്യം നമ്മുടെ വിശുദ്ധിയാണ്. വിശുദ്ധിയുള്ള മനുഷ്യരെ പിശാച് വളരെയധികം ഭയപ്പെടുന്നു. കാരണം എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ കർത്താവിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. ക്രിസ്തുവിനോടുണ്ടായിരിക്കേണ്ട ആ നിഷ്കളങ്കതയിൽ നിന്ന്, ക്രിസ്തുവിനോടുണ്ടായിരിക്കേണ്ട സമർപ്പണത്തിൽ നിന്ന്, ക്രിസ്തുവിനോട് മാത്രം ഉണ്ടായിരിക്കേണ്ട ഡിവോഷനിൽ നിന്ന്, ജീവിത വിശുദ്ധിയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുമോ? ഞാൻ ഭയപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തീരുമാനങ്ങൾ ഉണ്ടാകണം. പൂർവ്വ ജോസഫിനെ പോലെ ഉൽപ്പത്തി 39:9-10 തിരുവെഴുത്തുകളിൽ പറയാണ്, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്യില്ല. പോത്തിഫറിന്റെ സുന്ദരിയായ ഭാര്യ പാപം ചെയ്യാൻ ജോസഫിന് അരികിൽ വന്നപ്പോൾ ജോസഫ് വിളിച്ചു പറഞ്ഞ കാര്യമാണ്, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്യുകയില്ല. എസ്തേർ രാജ്ഞി ആ പേർഷ്യൻ കൊട്ടാരത്തിൽ സകല സുഖങ്ങളും അനുഭവിക്കുമ്പോൾ അവൾക്ക് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു, കർത്താവിലല്ലാതെ മറ്റൊന്നിലും ഈ ദാസി ആനന്ദം കണ്ടെത്തുകയില്ല. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ തീരുമാനമുണ്ടാകട്ടെ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിന്റെ കറയേൽക്കാതെ, കളങ്കമേൽക്കാതെ കർത്താവിൽ മാത്രം ആനന്ദിക്കുന്നവരായി നിങ്ങൾ മാറണം. എൻ്റെ കുടുംബസ്ഥരെ, എൻ്റെ യുവജനങ്ങളെ, ബഹുമാനപ്പെട്ട വന്യവൈദികരെ, ഈ തീരുമാനങ്ങൾ നമുക്കുണ്ടാകട്ടെ. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടുന്നത്. ഒരു നിമിഷം വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുക. നഷ്ടപ്പെട്ടു പോയ ജീവിത വിശുദ്ധി,
നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ ആനന്ദം കർത്താവേ വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ. ഹൃദയം പൊട്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം യേശു നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, നഷ്ടപ്പെട്ടു പോയ ജീവിത വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പലപ്പോഴും മങ്ങലേറ്റിട്ടുണ്ട് കർത്താവേ. നിന്റെ സാന്നിധ്യം കടന്നു വരട്ടെ, നിന്റെ തിരിച്ചോട് ഒഴുകപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കൾ മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, സഹോദരി സഹോദര ബന്ധങ്ങളിൽ കർത്താവേ വിശുദ്ധി നൽകണമേ, വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകണമേ. വരിക പരിശുദ്ധാത്മാവേ, കം ഹോളി സ്പിരിറ്റ്. എവിടെയും എപ്പോഴും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ആവശ്യമായ കൃപാവരങ്ങളാൽ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. താങ്ക് യു, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവ് ഇന്ന് നമ്മളെ കേൾപ്പിച്ച ഈ തിരുവചന സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വന്തമാക്കി വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവരായി വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള തീരുമാനങ്ങളെടുത്ത് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാടും ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥനെ അപ്പമായി പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിച്ചു വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി കർത്താവ് വീണ്ടും നൽകണമേ. കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി കർത്താവേ വീണ്ടും നൽകണമേ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് യേശുനാമം വിളിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കർത്താവേ, രോഗശാന്തികൾ കൊടുക്കണമേ, അത്ഭുതങ്ങൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ, അനുതാപം നൽകണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ എല്ലാവരും ദിവസം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയം പൊന്നുപിതാവേ, ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ അഭിഷേകം ചെയ്യണമേ. സ്ഥിരതയോടെ ജീവിക്കാൻ, അതിൽ നിലനിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ ആരാധന. നന്ദി, നന്ദി, നന്ദി കർത്താവേ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ